A+2 സ്വാഗതം. നമ്മുടെ നാട്ടിലെ തട്ടുകടക്കാരെ പോലും ഇപ്പോൾ സർക്കാർ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വിവരം പങ്കുവെക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ടും കൽപ്പിച്ച് ഫീൽഡ് പരിശോധനയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്ക്വാഡ് വർക്കും തുടർന്നുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവ് വളരെ മോശമാണ്. സാമ്പത്തിക ഭദ്രത സർക്കാരിനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം വാർത്തയാണ്. എല്ലാ അർത്ഥത്തിലും സർക്കാരിൻ്റെ ട്രഷറിയിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഉണ്ടാക്കിയതിൻ്റെ കാരണം നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ തന്നെ ഏറെക്കുറെ മനസ്സിലാവും. അത് ഈ നാട്ടിലെ പൊതുജനങ്ങൾ വരുത്തി വെച്ചതല്ല. സ്വയം ഒരു മാനേജ്മെൻറ്റിൽ ഉണ്ടായ പാകപ്പിഴകൾ കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തമാണ് ഇതെല്ലാം തന്നെ. എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പൊതുജനങ്ങളിൽ നിന്നും കിട്ടാവുന്നത്ര സ്രോതസ്സ് പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള നയം. എല്ലാത്തരം നികുതികളിലും വർധനവ് വന്നു, ലൈസൻസ് ഫീസുകളിൽ വർധനവ് വന്നു. എല്ലാ മേഖലകളെയും ബാധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികപരമായ ഒരു അവസ്ഥ സർക്കാർ ഉണ്ടാക്കിയതിനെ തുടർന്ന് എല്ലാവരും ഓരോ വിഭാഗം ആളുകളും അവരുടേതായ നിലയിൽ കൂടുതൽ പണം സർക്കാരിന് നൽകേണ്ടി വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റേത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് അവരുടെ രജിസ്ട്രേഷനും മറ്റൊന്ന് ലൈസൻസും. സാധാരണ നിലയിൽ തട്ടുകടക്കാർക്ക് രജിസ്ട്രേഷൻ മാത്രം മതിയാകും, മറിച്ച് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ മാത്രം വേണ്ടി വരുന്ന വിഭാഗം സ്വന്തമായി ഭക്ഷണം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നവർ, അതേപോലെ പെറ്റി റീറ്റെയിൽ മേഖലയിൽ ഉള്ളവർ, തെരുവ് കച്ചവടക്കാർ, ഉന്തുവണ്ടി വഴി കച്ചവടം നടത്തുന്നവർ, താൽക്കാലിക കച്ചവടക്കാർ, ഇവർക്കെല്ലാം തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള നിലപാട്. പക്ഷേ ഇപ്പോൾ കർക്കശമാക്കിയിരിക്കുന്നത് ഒരാൾ എങ്കിലും തൊഴിലാളിയായിട്ട് തട്ടുകടയിൽ നിയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സ്വന്തമായി ഒരാൾ തട്ടുകട നടത്തുകയാണെങ്കിൽ രജിസ്ട്രേഷൻ മാത്രം, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീ ഉൾപ്പെടെ അടച്ചാൽ മതി. പക്ഷേ അഡീഷണലായിട്ട് ഒരു വർക്കറെ കൂടി ഈ തട്ടുകടയിൽ നിയോഗിച്ചാൽ അതിന് ലൈസൻസ് ഫീ അടയ്ക്കണം. ഓരോ വർഷവും ഈ ലൈസൻസ് ഫീ പുതുക്കുകയും വേണം. രജിസ്ട്രേഷൻ ഒറ്റത്തവണ മതി, പക്ഷേ ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 13,100 പരിശോധനയാണ് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തിയത്. ഏതാണ്ട് 103 പരം സ്ക്വാഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധനയ്ക്ക് ഇറങ്ങി. ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന പേരിലാണ് ഈ പരിശോധനയെ അറിയപ്പെട്ടത്. രജിസ്ട്രേഷൻ ഇല്ലാത്തതും ലൈസൻസ് ഇല്ലാത്തതുമായ നിരവധി ഷോപ്പുകൾ കണ്ടെത്തി. 1663 സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ. 1000-ൽ പരം പേരോട് ലൈസൻസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് നൽകിക്കഴിയുകയും ചെയ്തു. അത് രജിസ്ട്രേഷൻ ഉള്ളവരാണ്, പക്ഷേ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ആവശ്യപ്പെട്ടത്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 വകുപ്പ് 31 പ്രകാരം ഭക്ഷ്യ സംരംഭകരും ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അതിന് FSSAI ലൈസൻസ് എന്നാണ് പറയുക. ഇത് പക്ഷേ എല്ലാവരും ഈ ലൈസൻസ് എടുക്കാതെ ഒറ്റത്തവണയുള്ള രജിസ്ട്രേഷൻ മാത്രം അടച്ചതിന് ശേഷം അവർ ഈ ലൈസൻസ് എടുക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥ കാരണമാണ് ഇപ്പോൾ വ്യാപകമായ ഈ സ്ക്വാഡ് വർക്ക് നടന്നിരിക്കുന്നത്. ആരെയും വെറുതെ വിടണ്ട എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതുവഴി എന്ത് സംഭവിക്കുന്നു? ഭക്ഷ്യവസ്തു ഉത്പാദനം, അത് സംഭരണം, വിതരണം, അതേപോലെ വിപണന കയറ്റുമതി, ഇറക്കുമതി, ഇതെല്ലാം ഈ ലൈസൻസ് ഇല്ലാതെ നടത്തിയാൽ 10 ലക്ഷം രൂപ വരെയാണ് പിഴ.
ഇനി എത്ര പേർ പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത്. ഈ ഫോസ്കോ എന്ന് പറയുന്ന ഈ ലൈസൻസിന് വേണ്ടി FSSAI.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പ്രവേശിച്ചിട്ടാണ് ഒരു വർഷത്തേക്കുള്ള ലൈസൻസ് എടുക്കേണ്ടത്. 2000 രൂപ വരെ ചിലവ് വരും എന്ന് ചുരുക്കം. ഇത് നിങ്ങൾ എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേൽ ഫൈൻ വരും എന്ന് അറിഞ്ഞിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷവും ഫൈനായി ഈ ലൈസൻസ് എടുക്കാത്തവരുടെ മേൽ ചുമത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് കഴിയും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ജീവനക്കാർ ഉള്ള തട്ടുകടക്കാരും ലൈസൻസ് ഉടനെ എടുത്ത് പിഴയിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും ഉചിതം. കാരണം സർക്കാർ ഇത്തരം നിയമലംഘനങ്ങളൊന്നും പൊറുക്കുന്ന സർക്കാരല്ല. നിയമലംഘനം നടത്തിയാൽ അപ്പം തന്നെ പിടി വീഴണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇത്തരം ആളുകളെ പിടികൂടി അവരിൽ നിന്നും ഫീസ് ഈടാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. ഇതെല്ലാം ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഒരു തട്ടുകടക്കാരൻ ഒരു ജീവനക്കാരനെ കൂടെ വെച്ചാൽ, ഇപ്പോൾ ഒരു തട്ടുകട നടത്തുന്ന ഉടമസ്ഥൻ അയാളുടെ ഭാര്യയെ ദോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയോഗിച്ച് കഴിഞ്ഞാൽ അയാളും ഈ ലൈസൻസ് എടുക്കേണ്ടി വരും എന്നുള്ളത് അറിയുക. ഇക്കാര്യങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചാനലാണ് A+ ട്യൂബ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.